പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്രെഡിലേക്ക് സ്വാഗതം. നിരന്തരമായി നാം മറ്റുള്ളവരോട് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നു എന്നത് നമ്മുടെ അവകാശവാദമാണ്. വാസ്തവത്തിൽ നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നുവെന്ന് നാം അല്ല പറയേണ്ടത്, സ്നേഹിക്കപ്പെടുന്നവരാണ് നമ്മോടത് പറയേണ്ടത്. നമ്മുടെ സ്നേഹം അനുഭവമാകുമ്പോഴാണ് അവർക്കത് പറയാൻ കഴിയുക. സുവിശേഷത്തിൽ ഈശോ 3 തവണ പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? 3 തവണ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ ഒരു അനുഭവത്തിൻ്റെ മുൻപിലാണ് വിശുദ്ധ പത്രോസ്. അപ്പോൾ താൻ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞു എന്ന ബോധ്യം ഹൃദയത്തിലുള്ളതുകൊണ്ട് വിശുദ്ധ പത്രോസിന് യേശുവിനെ സ്നേഹിക്കുന്നുവെന്ന് ഏറ്റുപറയാൻ കാര്യമായ പ്രയാസമുണ്ട്. 2 തവണ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് മറുപടി പറയുന്ന വിശുദ്ധ പത്രോസ് 3-മതും യേശു നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. അത് നിൻ്റെ അറിവാണ്, നിനക്കാണത് പറയാൻ കഴിയുക എന്ന് വിശുദ്ധ പത്രോസ് പറയുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിരവധി പ്രാവശ്യം ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നവരാണ് നമ്മൾ, മറ്റുള്ളവരെ തള്ളിപ്പറയുന്നവരാണ് നമ്മൾ. നാം ഒരുപക്ഷെ അത് ഗൗരവപൂർവം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ നാം തള്ളിപ്പറയാറുണ്ട്. കേവല കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ കുറ്റം വിധിക്കുകയും പറയുകയും ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ബന്ധത്തിനകത്ത് നിലനിൽക്കുന്ന സ്നേഹത്തെ നാം നിഷേധിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ നാം വയ്ക്കുന്ന ഓരോ ചുവടുവെപ്പുകളും ക്രിസ്തുവിനെ തള്ളിപ്പറയലാണ്. സഹോദരനെ വെറുക്കുമ്പോൾ നാം ക്രിസ്തുവിനെയാണ് തള്ളിപ്പറയുന്നത്. യേശു നമ്മോടാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ ധൈര്യപൂർവ്വം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ കഴിയും? ആദ്യത്തെ 2 തവണ നാം അങ്ങനെ പറഞ്ഞേക്കാം, കേവലം ബാഹ്യമായി, വാചികമായി. എന്നാൽ ഹൃദയത്തെ സ്പർശിക്കുന്നതാണ് ആ ചോദ്യമെങ്കിൽ നിശ്ചയമായും നമുക്കത് പറയാൻ കഴിയില്ല. നമ്മുടെ ഹൃദയം അസ്വസ്ഥമാകും. ഈശോ നമ്മോട് ചോദിക്കുന്നത്, നീ അങ്ങനെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കുറപ്പുണ്ടോ എന്നാണ്. അവിടെയാണ് പത്രോസ് പറയുന്നത്, അത് നീ തന്നെ പറയും, നീ എല്ലാം അറിയുന്നുവല്ലോ, നിനക്കാണല്ലോ എല്ലാം അറിയാവുന്നത്. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു നിരന്തരമായി ചോദ്യം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട്. ആ ചോദ്യം ഒരു ഏറ്റുപറച്ചിലിൻ്റെ അവസരമാണ്. ഒപ്പം തന്നെ ക്രിസ്തുവിനെ നാം സ്നേഹിക്കുന്നുവെന്ന് ഹൃദയം ഉറപ്പിക്കുന്ന സമയമാണ്. ക്രിസ്തുവിനെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ ക്രിസ്തു പറഞ്ഞ വഴിയിലായിരിക്കണം നമ്മുടെ ജീവിതം. നിരന്തരമായി ഏറ്റുപറച്ചിൽ നാം നടത്തേണ്ടത് വാക്കുകൊണ്ടല്ല, പ്രവൃത്തി കൊണ്ടാണ് എന്ന് ഇന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞ് ക്രിസ്തു വിശുദ്ധ പത്രോസിനെ ചുമതലപ്പെടുത്തുന്നു. നാം ഓരോരുത്തരും അപ്പോസ്തലികമായ ശുശ്രൂഷയുടെ ഭാഗമാണ്. നമ്മുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിൻ്റെ പ്രവൃത്തികൾ നമുക്ക് ചെയ്യാൻ കഴിയുമ്പോൾ മാത്രമേ യഥാർത്ഥ സാക്ഷ്യമായിട്ട് നമ്മൾ മാറും. അഗ്രിപ്പ രാജാവിൻ്റെ മുൻപിൽ സാക്ഷ്യത്തിനായി നിൽക്കപ്പെടുന്ന, വിചാരണയ്ക്കായി നിൽക്കപ്പെടുന്ന വിശുദ്ധ പൗലോസ് തൻ്റെ വിശ്വാസമേറ്റ് പറയുന്നു. അത് വിശ്വാസസംബന്ധിയായ ഒരു വിഷയമാണെന്നതുകൊണ്ട് അഗ്രിപ്പ ഒരു വിധി പറയുന്നില്ല. സീസറിൻ്റെ മുൻപിൽ ഹാജരാക്കാൻ വേണ്ടി വീണ്ടും ഒരു അവസരം, ഏറ്റുപറച്ചിലിന് അവസരമൊരുക്കാൻ വേണ്ടി അഗ്രിപ്പ തയ്യാറാവുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാധാരണത്വങ്ങളിലും നിരന്തരമായി നാം വിചാരണ ചെയ്യപ്പെടുമ്പോൾ, കുറ്റം വിധിക്കപ്പെടുമ്പോൾ ഒക്കെ ക്രിസ്തുവിനെ ഏറ്റുപറയാൻ ഒരവസരം ലഭിക്കുകയാണ്. യേശുവിനെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കുന്ന ഒരാൾക്ക്, അവൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ഈ ലോകത്തെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ഒരാൾക്ക് നിശ്ചയമായും ക്രിസ്തുവിനോട് പറയാൻ കഴിയും, എല്ലാം നീ അറിയുന്നുവല്ലോ. എല്ലാം അറിയുന്നവനാണ് ദൈവമെന്ന പരമാർത്ഥത്തെ ഹൃദയത്തിൽ ഉറപ്പിക്കുമ്പോൾ മാത്രമേ ജീവിതത്തിൽ നമുക്ക് ക്രിസ്തുവിനോട് വിശ്വസ്തരായിരിക്കാൻ കഴിയൂ, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന അനുഭവത്തിൽ നിലനിൽക്കാൻ കഴിയും. നമ്മുടെ ജീവിതം പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും, ജീവിതത്തിലെ ഓരോ അവസ്ഥകളിലും നാം സ്നേഹിക്കുന്നത് നമ്മെ തന്നെയാണ്. വിശുദ്ധ പത്രോസ് എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞത്? അവന് തണുത്തു എന്നാണ് വചനം പറയുക. എന്തുകൊണ്ടാണ് സ്വന്തം നാഥൻ വിചാരണ ചെയ്യപ്പെടുമ്പോൾ, കുറ്റം വിധിക്കപ്പെടുമ്പോൾ വിശുദ്ധ പത്രോസിന് തണുക്കുന്നത് എന്ന് ചോദിച്ചാൽ, വിശുദ്ധ പത്രോസിൻ്റെ സ്നേഹം തണുത്തുപോയി. വിശുദ്ധ പത്രോസ് സ്നേഹിക്കുന്നത് തന്നെ തന്നെയാണ്. തനിക്ക് അപകടം വരുമോ എന്നാണ്. നമ്മളും പലപ്പോഴും മറ്റുള്ളവർ തള്ളിപ്പറയുന്നതും സ്നേഹം നിഷേധിക്കുന്നതൊക്കെ നമുക്കെന്തെങ്കിലും അപകടം വരുമോ എന്ന് പേടിച്ചിട്ടാണ്. എൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമോ, എന്നെക്കുറിച്ചുള്ള അഭിപ്രായം മാറിപ്പോകുമോ, ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഇകഴ്ത്തപ്പെടുമോ, എനിക്ക് ആപത്ത് എന്തെങ്കിലും സംഭവിക്കുമോ, അങ്ങനെ ഞാനെന്ന്
സൃഷ്ടിച്ച് വെച്ചിട്ടുള്ള ഒരു ബിംബത്തെ നിലനിർത്താൻ വേണ്ടി ക്രിസ്തുവിനെ നിഷേധിക്കാൻ ജീവിത വഴികളിൽ നാം പലപ്പോഴും തയ്യാറാകുന്നുണ്ട് എന്ന പരമാർത്ഥം നാം ഹൃദയത്തിൽ ഓർക്കണം. അവിടെ നിന്നുകൊണ്ട് വേണം യേശുവിനോട് ഈ സ്നേഹം പ്രഖ്യാപിക്കാൻ. യേശുവിനോട് സ്നേഹം പ്രഖ്യാപിച്ചാൽ പിന്നെ മറ്റൊന്നിനെയും നിഷേധിക്കാൻ സാധ്യമല്ല, ഒന്നിനെ അവഗണിക്കാൻ സാധ്യമല്ല, ഒന്നിനെയും ലോകത്ത് നിരാകരിക്കാൻ സാധ്യമല്ല. അവരെന്നെ ഹൃദയത്തിൽ സ്നേഹിക്കാതെ ക്രിസ്തുവിനുള്ള സ്നേഹം പ്രഖ്യാപിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം പരിശോധിക്കേണ്ടത് നമ്മുടെ സ്നേഹാനുഭവങ്ങളെയാണ്. എപ്രകാരമാണ് നാം നിലകൊള്ളുന്നത്? നമ്മേക്കാൾ അധികമായി മറ്റുള്ളവരെ കരുതാൻ, നമുക്കെന്ത് സംഭവിച്ചാലും മറ്റുള്ളവർക്ക് ദോഷമൊന്നും സംഭവിക്കരുതെന്ന് കരുതാൻ, മറ്റുള്ളവർക്ക് വേണ്ടി നിലകൊള്ളാൻ ക്രിസ്തുവിൽ നിയോഗിക്കപ്പെട്ടവരാണെന്ന് നമ്മളെന്ന ബോധ്യത്തോടെ ജീവിക്കാൻ നമുക്ക് എത്രത്തോളം കഴിയുന്നുണ്ട്? അത് നമുക്ക് ഏൽപ്പിക്കപ്പെടുന്ന ജീവിത ചുറ്റുപാടുകളോടൊക്കെ നാം ഏറ്റുപറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ, അവനുള്ള സ്നേഹം പ്രഖ്യാപിക്കുന്നവരായി ജീവിക്കാൻ, നമ്മുടെ കുറവുകളെയും അയോഗ്യതകളെയും ക്രിസ്തു സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നമുക്ക് തമ്പുരാനോട് യാചിക്കാം. കർത്താവെ, സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. വിശുദ്ധ പത്രോസിലും സ്ലീഹന്മാരിലും വിശുദ്ധരിലുമൊക്കെ വിളങ്ങിയ ദൈവത്തോടുള്ള സ്നേഹവും പരസ്നേഹവും ജീവിതത്തിൻ്റെ വഴിത്താരയിൽ നിരന്തരം ഞങ്ങളെ ചേർത്ത് പിടിക്കാൻ, ആ സ്നേഹാനുഭവത്തിൽ ഞങ്ങൾ നിലനിൽക്കാൻ ഞങ്ങളെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.